ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാൻ താരസംഘടന അമ്മ. വിൻസി അലോഷ്യസിനോട് അപമര്യാദയായി പെരുമാറിയത് ഷൈൻ. കൊച്ചിയിൽ പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി നടൻ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ അക്രമത്തിൽ പ്രതിഷേധത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഏപ്രിൽ 20 ഹിന്ദു രക്ഷാദീപം. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം. പാലക്കാട്ടെ പ്രതിഷേധത്തിൽ പക്ഷം പിടിച്ച് പോലീസ്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെതിരെ കേസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും സന്ദീപ് വാര്യരെയും ഒഴിവാക്കി. പോലീസിനെതിരെ വധഭീഷണിയുമായി കോൺഗ്രസ് പ്രാദേശിക നേതാവ്. മുതലപ്പുഴി ഇന്നും സമരപ്പുഴി. പൊഴിമുറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. പിന്മാറി ഉദ്യോഗസ്ഥർ. സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് പ്രദേശവാസികൾ. മാസപ്പടി കേസ് വിടാതെ ED. ഹൈക്കോടതി സ്റ്റേ അന്വേഷണത്തെ ബാധിക്കില്ല. ചോദ്യം ചെയ്യലുമായി മുന്നോട്ടു പോകാൻ നിയമോപദേശം. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്തേക്കും. പ്രകോപനവുമായി പാക് സൈനിക മേധാവി. കശ്മീർ വിഷയം വീണ്ടും ഉന്നയിച്ച് ജനറൽ അസിം മുനീർ. പാകിസ്ഥാനെയും കാശ്മീരിനെയും വേർപെടുത്താനാവില്ല. തങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്ത. പ്രകോപനം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഭാരതം നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ. വാർത്തകൾ വിശദമായി നോക്കാം. സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ എന്ന് നടി വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് ഫിലിം ചേംബറിനും ICCക്കും നടി വിൻസി പരാതി നൽകി. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് മറ്റ് സിനിമാ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിനൊരുങ്ങി എക്സൈസും പോലീസും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയത് ഷൈൻ ടോം ചാക്കോ എന്ന വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തി. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മോശം പെരുമാറ്റം. ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി. നടിയുടെ പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തര യോഗം ചേരും. നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉടൻ വിവരശേഖരണം നടത്തും. കേസെടുക്കാൻ പര്യാപ്തമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാകുമെന്നും എക്സൈസും അറിയിച്ചിട്ടുണ്ട്. വിൻസിയുടെ വെളിപ്പെടുത്തലിൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി. വിൻസിയിൽ നിന്ന് പരാതി വാങ്ങി കേസെടുക്കാൻ പോലീസും നീക്കം ആരംഭിച്ചു. ഇതു സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ നടിയുമായി സംസാരിക്കുമെന്നാണ് വിവരം. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച നടന്റെ പേര് വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയെന്ന് താരസംഘടനയായ അമ്മയും വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കുമെന്നും അമ്മ ഭാരവാഹി ജയൻ ചേർത്തല അറിയിച്ചു. പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ നടീനടന്മാരുടെ അഭിനയം മാത്രമല്ല സ്വഭാവം കൂടി കണക്കിലെടുക്കണമെന്നും ജയൻ ചേർത്തല ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത വേളയിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നിരുന്നു. അതേസമയം സിനിമാ സെറ്റുകളിൽ ICC നിർബന്ധമാക്കണമെന്ന് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ WCCയും ആവശ്യപ്പെട്ടു. സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് ഒരു നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനം, കൊച്ചി. ഡാൻസ് ഹൗസ് സംഘത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ചലച്ചിത്ര താരം ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് അതിസാഹസികമായി. 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ ഷൈൻ 2-ാം നിലയിൽ സ്ഥാപിച്ചിരുന്ന ഷെഡിൻ്റെ ഷീറ്റ് തകർത്ത് താഴേക്ക് പതിച്ചതായാണ് വ്യക്തമാകുന്നത്. പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഷൈൻ തങ്ങിയിരുന്ന കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എറണാകുളം ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ സമീപത്തുള്ള ഈ ഹോട്ടലിൽ നിന്നുമാണ് ഇന്നലെ ചലച്ചിത്ര താരം ഷൈൻ ടോം ചാക്കോ പോലീസ് എത്തിയതറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടത്. ഇവിടുത്തെ 3-ാം നിലയിലെ മുറിയിലായിരുന്നു ഷൈൻ ടോം ചാക്കോ ഉള്ളത്. ഇന്നലെ രാത്രി ഡാൻസ് ഓഫ് സംഘം എത്തി എന്നത് മനസ്സിലാക്കിയ ഷൈൻ ടോം ചാക്കോ 3-ാമത്തെ നിലയിൽ നിന്നും 2-ാമത്തെ നിലയിലെ ഇപ്പോൾ കാണുന്ന ആ 2-ാമത്തെ നിലയുടെ ഷെയ്ഡ് ഭാഗത്തെ ആ ചെറിയ മുറികളുടെ മുകളിലേക്ക് ചാടുകയും അവിടെ നിന്നും താഴേക്ക് അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിന് സമീപത്തെ
ചാടുമ്പോൾ ആ ഷീറ്റിലേക്ക് വീണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അവിടെ കെട്ടിയിരിക്കുന്ന ആ ഷീറ്റ് അതിൻ്റെ അപ്പുറത്തെ വശത്തെ ഷീറ്റുകൾ പൊട്ടുകയും ചെയ്തു. അവിടെ നിന്നും സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് എത്തുകയും അവിടെ നിന്നും താഴേക്ക് വന്ന് ഈ കാണുന്ന വാതിലിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് പോലീസും ശേഖരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പുറത്തിറങ്ങി പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഷൈൻ ടോം ചാക്കോയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനുള്ള അന്വേഷണത്തിലാണ് പോലീസും അതോടൊപ്പം തന്നെ എക്സൈസ് സംഘവും. കൊച്ചിയിലെ ഒരു സിനിമാ സെറ്റിൽ ഷൈൻ ടോം ചാക്കോ കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആ സെറ്റിൽ പോലീസ് എത്തി അന്വേഷണം നടത്തിയെങ്കിലും അവിടേക്ക് ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടില്ല. ഇപ്പോൾ സൈബർ സെല്ലിൻ്റെ അടക്കം സഹായത്തോടെ ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ട് പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോയുമായി ഫോൺ ബന്ധം സ്ഥാപിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം. എന്നാൽ ഈ ഇവിടുത്തെ മുറിയിൽ നിന്നും ഒരു ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നടി വിൻസി അലോഷ്യസ് ഇന്നലെ പരാതി എഴുതി നൽകിയെന്ന് താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി അംഗം ജയൻ ചേർത്തല. പരാതി പരിശോധിക്കാൻ 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്നും വൈകില്ലെന്നും ജയൻ ചേർത്തല പറഞ്ഞു. വിൻസി പറഞ്ഞ പരാതിയെ തുടർന്ന് വിൻസി കൃത്യമായിട്ട് വിൻസിയോടൊപ്പം തന്നെയാണ് അമ്മ നിൽക്കുന്നത്. വിൻസിക്ക് ഉണ്ടായ ദുഃഖത്തിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എന്തൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതിന്റെ പ്രവർത്തനങ്ങളിലാണ്. അതിന്റെ ഭാഗമായിട്ട് വിൻസിയുടെ റിട്ടേൺ ലെറ്റർ, അമ്മയുടെ മെമ്പർ അല്ല വിൻസി എങ്കിൽ പോലും നമ്മളൊരു പുതിയ തലമുറയിലെ കുട്ടി എന്നുള്ള ലെവലിൽ നമ്മൾ വിൻസിയോട് പറഞ്ഞു, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, അമ്മയിലെ ആരെങ്കിലും അംഗങ്ങളെ പറ്റിയാണ് പരാതിയെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റർ തരാൻ പറഞ്ഞു. ഒരു പരാതി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ. ഞങ്ങൾ അതിന്റെ തുടർന്ന് ഒരു 3-അംഗ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. കാരണം അതിൽ 2 വനിതകളും ഒരു പുരുഷനുമാണ് ഉള്ളത്. അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വിൻസിയുടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരിട്ട് അവരൊന്ന് കേൾക്കണം. ഒപ്പം ആരോപിച്ചിരിക്കുന്ന പുരുഷൻ ആരായാലും അദ്ദേഹത്തിന്റെ മൊഴി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം ആ ലൊക്കേഷനിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ, അപ്പൊ അതൊക്കെ ആയിരിക്കും അവരുടെ അന്വേഷണ പരിധി. ഞാൻ ആ അന്വേഷണ കമ്മിറ്റിയിലുള്ള ആളല്ല. പക്ഷെ ആ അന്വേഷണ കമ്മിറ്റി അന്വേഷിച്ച് എത്രയും പെട്ടെന്ന്, അത് ഒരുപാട് നീണ്ടുപോകുന്ന തരത്തിലല്ല, എത്രയും പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിച്ച് അവർ റിപ്പോർട്ട് തരുന്നതനുസരിച്ച് ആക്ഷൻ എന്തായാലും ഉണ്ടാവും. വിൻസി വന്നിരിക്കുന്ന ഇന്നലെ രാത്രിയില്ല. ഞങ്ങളുടെ അഡ്ഹോക് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം വിൻസിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചതിന് ശേഷം രാത്രിയിലാണ് ഈ ലെറ്റർ വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൺലൈനായിട്ട് എല്ലാവരും, കാരണം ഞങ്ങൾ പല നാട്ടിലോട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ലെറ്റർ കിട്ടുന്നത്. അതിനെ തുടർന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബന്ധപ്പെട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തുടങ്ങി അതിനാണ് കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ലഹരി ഉപയോഗത്തെക്കുറിച്ച് നടിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. എക്സൈസ് വിശദമായ അന്വേഷണം നടത്തും. സിനിമാ സെറ്റുകളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതിൽ ഒരു ഭാഗം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന ആരോപണമാണ്, മറ്റൊരു ഭാഗം മോശമായി പെരുമാറി എന്നുള്ളതാണ്. അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വന്ന പരാതികൾ എക്സൈസ് ഗൗരവമായി തന്നെ പരിശോധിക്കും. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിൽ പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങി പോലീസ്. ADGP മനോജ് എബ്രഹാമാണ് ഇക്കാര്യം അറിയിച്ചത്. സംശയമുള്ള താരങ്ങളെയും പരിശോധിക്കും. ലഹരി ഉപയോഗം തെളിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കും. പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെയും നിയോഗിക്കുമെന്നും ADGP അറിയിച്ചു. സംസ്ഥാനത്തെ ലഹരി ഹബ്ബായി എറണാകുളം മാറിയെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ ഏറെ പേരും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ. അതേസമയം ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. 11 പേരാണ് 5 വർഷത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ കൂടുതലും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 17,163 പേരാണ് എറണാകുളം ജില്ലയിൽ നിന്നും ചികിത്സ തേടിയത്. ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്.
11 പേരാണ് 5 വർഷ കാലയളവിൽ ഇവിടെ മരിച്ചത്. 2025 ജനുവരി മുതൽ മാർച്ച് വരെ എറണാകുളത്ത് നിന്ന് ലഹരി ഉപയോഗത്തിന് ചികിത്സ തേടിയത് 712 പേരാണ്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം മൂലം രോഗാവസ്ഥയിലായവരാണ് ഇവരിൽ ഏറിയ പങ്കും. 2ാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കാണ്. ഇവിടെ നിന്ന് 486 പേരാണ് ചികിത്സയ്ക്ക് എത്തിയത്. 462 പേരുമായി കൊല്ലവും 351 പേരുമായി കാസർഗോഡും പട്ടികയിലുണ്ട്. ലഹരി ഉപയോഗം മൂലം ആലപ്പുഴ ജില്ലയിൽ ഒരാൾ മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 കൂടുതൽ പേർ ലഹരി വിമുക്ത ചികിത്സ തേടിയത് എറണാകുളത്ത് നിന്ന് തന്നെയാണ്. 5357 പേർ. 3231 പേരുമായി കോട്ടയം ജില്ല 2ാം സ്ഥാനത്തും 2947 പേരുമായി മലപ്പുറം ജില്ല 3ാം സ്ഥാനത്തുമുണ്ട്. ഇക്കാലയളവിൽ ആലപ്പുഴ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു. 2023 ലഹരി ഉപയോഗിച്ച് എറണാകുളം ജില്ലയിൽ നിന്ന് ചികിത്സ തേടിയത് 4102 പേരാണ്. 2022 വർഷത്തെ കണക്കുകളിലും എറണാകുളത്ത് നിന്ന് ചികിത്സ തേടിയവരാണ് മുന്നിലുള്ളത്. ഇവിടെ നിന്ന് 4052 പേരാണ് ലഹരി വിമുക്ത ചികിത്സ തേടിയത്. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടരുമ്പോഴുള്ള ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡി അനുവദിച്ചത്. പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യുക. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി സുൽത്താൻ അക്ബർ അലിയുടെ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം ചാറ്റുകളിൽ നിന്ന് 6 കിലോ കഞ്ചാവ് എത്തിച്ചുവെന്നാണ് എക്സൈസ് കണ്ടെത്തൽ. ഇതിൽ 3 കിലോ മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. ബാക്കി 3 കിലോ എവിടെയെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം. ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്കു വേണ്ടി എത്തിച്ചു എന്നതിനും പ്രതികളിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് നൽകിയ ഹർജി പരിഗണിച്ച ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. ചോദ്യം ചെയ്യാനായി പ്രത്യേക ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട്. പിടിയിലായ 3 പ്രതികളും ഈ മേഖലയിൽ അതിവിദഗ്ധരും പരിചയസമ്പന്നരുമാണ്. ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും കഞ്ചാവ്, സ്വർണ്ണക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുമായ കൃത്യമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേസിൽ തസ്ലീമ സുൽത്താന, ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരാണ് റിമാൻഡിലുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുൽത്താൻ അക്ബർ അലി 5ലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നയാളാണ്. ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അടിമുടി ദുരൂഹത നിറഞ്ഞതാണെന്നും എക്സൈസ് പറയുന്നു. മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരമാണ് പല പൊതികളിലാക്കി ഇവർ വിൽപ്പനയ്ക്കായി ഹൈബ്രിഡ് കഞ്ചാവ് ഓമനപ്പുഴയിലെ റിസോർട്ടിൽ എത്തിച്ചത്. ഇത് ആർക്കാണെന്ന് മാത്രം ഇവർ പറഞ്ഞിരുന്നില്ല. ഇതിന് ഉത്തരം ലഭിച്ചാൽ മാത്രമേ ആലപ്പുഴയിലെ കഞ്ചാവ് ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുകയുള്ളൂ. ജനം, ആലപ്പുഴ. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി 2 മണിക്ക് പരിഗണിക്കും. ഇന്നലെ നിയമം സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായിരുന്നില്ല. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവും കേസ് വിലയിരുത്തുന്നുണ്ട്. സുപ്രീം കോടതി ഇന്നലെ നടത്തിയ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക യോഗവും ചേർന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ രാജ്യവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ഹിന്ദു രക്ഷാദീപം എന്ന പേരിൽ ഏപ്രിൽ 20-ാം തീയതി വീടുകളിലും സ്ഥാപനങ്ങളിലും വിളക്ക് കൊളുത്തി പ്രതിഷേധിക്കും. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കുവാനുള്ള തീവ്രവാദ വിധ്വംസക ശക്തികളുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രതിഷേധമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി വ്യക്തമാക്കി. പാർലമെന്റിൽ വഖഫ് ബിൽ പാസ്സായതിന് പിന്നാലെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമ സംഭവങ്ങളായി മാറുകയും രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 20-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ദീപം തെളിയിച്ച് പ്രതിഷേധിക്കും. ഹൈന്ദവ രക്ഷാദീപം എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ എല്ലാ വിശ്വാസികളും സ്വഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും നിലവിളക്കോ ചിരാതോ തെളിയിച്ച് പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമാകണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. ഈ വരുന്ന ഏപ്രിൽ 20-ാം തീയതി ഞായറാഴ്ച 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് എല്ലാ ഭവനങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ ദീപം തെളിയിച്ച് അല്ലെങ്കിൽ ചിരാത് തെളിയിച്ച് ഹിന്ദു രക്ഷയ്ക്ക് വേണ്ടി, ആ സ്വാഭിമാന ഹിന്ദുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആ ഹിന്ദു ഐക്യദാർഢ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളും
നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഭാരതീയരായ ദേശീയതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ഇതിലങ്ങനെ പ്രത്യേക വിഭാഗമല്ല, എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാം. ഇത് കൃത്യമായി എല്ലാവരും പങ്കെടുത്ത് ഇതിന് വലിയ വിജയമാക്കി തീർക്കണം. ഹൈന്ദവ സംഘടനകൾക്ക് പുറമെ വിവിധ സാമുദായിക സംഘടനകളും രാജ്യസ്നേഹികളായ വ്യക്തികളും ഹിന്ദുരക്ഷാദീപത്തിൽ അണിനിരക്കണമെന്നും വിജി തമ്പി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് പോരുമുറുകുന്നു. മുസ്ലിം ലീഗിന്റെ മഹാറാലിയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ വിട്ടുനിന്നത് വലിയ രാഷ്ട്രീയ പോരിനാണ് കളമൊരുക്കുന്നത്. സമരത്തിലെ സതീശന്റെ അസാന്നിധ്യം വലിയ നീരസമാണ് ലീഗ് നേതാക്കളിലും പ്രവർത്തകരിലും ഉണ്ടാക്കിയത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടപ്പുറത്തേക്ക് പ്രവേശിച്ച ലീഗ് അണികളാണ് നരേന്ദ്രമോദി ചോർ, നരേന്ദ്രമോദി കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ അതേ അണികൾ തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീർ പൊഴിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും. എഴുതി നൽകിയ മുദ്രാവാക്യങ്ങൾ മാത്രമേ വിളിക്കാവൂ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അണികൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് ലംഘിച്ചാണ് ചിലർ ഈ രീതിയിൽ മുദ്രാവാക്യം മുഴക്കിയത്. ജനം, കോഴിക്കോട്. മുനമ്പം വിഷയത്തിൽ LDFും UDFും നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തെ വിമർശിച്ച് BJP നേതാവ് കുമ്മനം രാജശേഖരൻ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ LDF UDF MPമാരോട് ആവശ്യപ്പെട്ടതാണ്. LDFും UDFും ക്രൈസ്തവ ജനതയുടെ അവകാശങ്ങൾ ധ്വംസിച്ചവരാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മുനമ്പത്ത് വരുന്നില്ലെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതുതന്നെ സതീശനും പിണറായിയും ആവർത്തിക്കുകയാണെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. ഇവിടുത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ MPമാരോട് ആവശ്യപ്പെട്ടില്ലേ? LDF UDF മന്ത്രിമാർ MLAമാർ MPമാരോട് ആവശ്യപ്പെട്ടില്ലേ? നിങ്ങൾ ഈ ഭേദഗതി മുനമ്പം ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല? അവരാണ് ക്രൈസ്തവ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ ധ്വംസിച്ചവർ. അതെന്തുകൊണ്ട് പറയുന്നില്ല? അവരാരെങ്കിലും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മനുഷ്യത്വപരമായി അവരോട് പെരുമാറാൻ, അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ ആർക്കാ സാധിച്ചിരിക്കുന്നു? മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണോ? സതീശൻ പറയട്ടെ, ഉത്തരം പറയട്ടെ. കുഞ്ഞാലിക്കുട്ടി പറയട്ടെ ഉത്തരം. കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പറയുന്നത് വഖഫ് ഭൂമിയാണെന്നല്ലേ? ആ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് തന്നെയല്ലേ പിണറായി വിജയനും സതീശനും പറഞ്ഞുകൊണ്ട് നടക്കും? മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ക്രൈസ്തവ സംഘടനകളെ പഴിചാരി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചില ക്രൈസ്തവ വർഗീയ സംഘടനകളും ലീഗും ചേർന്നാണ് മുനമ്പം പ്രശ്നം വഷളാക്കുന്നത്. സർക്കാർ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കുമെന്ന സ്ഥിരം പല്ലവിയും MV ഗോവിന്ദൻ ആവർത്തിച്ചു. ദിവ്യ S. അയ്യർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ക്രിസ്തീയ വിഭാഗം, വേറൊരു ഭാഗത്ത് മുസ്ലിം വിഭാഗം എന്ന രണ്ടായി തിരിക്കാനാണ് ശ്രമം. അത് CPM അല്ല അത് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിൽ ഇവർ തന്നെ ആ രീതിയിൽ തിരിഞ്ഞ് രണ്ട് ഭാഗമായിട്ട് നിൽക്കാനും സമാധാനപരമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ സത്യം പറഞ്ഞാൽ തടസ്സപ്പെടുത്താനും വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയും. ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പാർട്ടിക്കും വ്യക്തമായ കാഴ്ചപ്പാടാണ്. അവിടെ സമാധാനപരമായിട്ട് ആ പ്രശ്നം പരിഹരിക്കണം. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ ആരെയും ആ രീതിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതെങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യം നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ S. നായർക്കെതിരായി അയ്യർക്കെതിരായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടത്തി വരുന്നത്. അതിൽ പ്രമുഖമായ വ്യക്തികൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയും സൗത്ത് പോലീസ് കേസെടുത്തു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, സന്ദീപ് വാര്യർ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടില്ല. തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്ന MLAക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഉപരോധിച്ച്, സാധാരണ പോലീസ് സ്റ്റേഷൻ ഉപരോധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിന് പുറത്താണ്. ഇതിൽ പോലീസുകാരുടെ ഒത്താശ കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഉപരോധിച്ച MLAക്കെതിരെ കേസെടുത്തിട്ടില്ല.
മറിച്ച് DCC ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും, MLA ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും. MLAയുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു ശ്രമമാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പരസ്യമായിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുകയാണ് ഞങ്ങൾ. പാലക്കാട് നഗരസഭയുടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയ വിഷയത്തിൽ പ്രതികരിച്ച് മന്ത്രി MB രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കും. പാലക്കാട് സംഘർഷാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും മന്ത്രി തൃശ്ശൂരിൽ വ്യക്തമാക്കി. പരിശോധിക്കും. പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. ഇന്നലെ വരെ പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. നോക്കാം, പരിശോധിക്കാം. നിയമപരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്. പാലക്കാട് പോലീസുകാർക്കെതിരെ വധഭീഷണിയുമായി കോൺഗ്രസ് പ്രാദേശിക നേതാവ്. ചാലിശ്ശേരി പഞ്ചായത്തിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലിയാണ് വധഭീഷണി മുഴക്കിയത്. തൃത്താലയിൽ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയാൻ BJP RSS പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോലീസുകാർക്കെതിരെയും ഭീഷണി മുഴക്കിയത്. മോദിയുടെ വാക്കുകേട്ട് പോലീസുകാർ ഇടപെട്ടാൽ ഭാര്യയെയും മക്കളെയും കാണാൻ പറ്റില്ലെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള ഭീഷണി. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ സംഭവത്തിൽ പരിശോധന ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധനാ വിഭാഗം. സംഗീത് ബോർഡിൻ്റെ ചെക്കുകൾ ഉപയോഗിച്ച് പണം പിൻവലിച്ചതായും സംശയം. ഇതുവരെ കണ്ടെത്തിയത് 78 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ജീവനക്കാർ നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് വിഷയത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന ആരംഭിച്ചത്. തട്ടിപ്പ് നടത്തിയ സംഗീത് നിരന്തരം ക്രമക്കേടുകൾ നടത്തുന്നതായും വ്യക്തമായിട്ടുണ്ട്. 2018 മുതൽ 2021 വരെ സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ജീവനക്കാരനായിരിക്കെയാണ് ഇയാൾ 78 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പിന്നീട് ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് മാറ്റിയതിനു ശേഷവും സംഗീത് തട്ടിപ്പ് തുടർന്നെന്നാണ് സംശയം. ക്ഷേമനിധി ബോർഡിന്റെ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് പണം പിൻവലിച്ചു എന്നാണ് വിജിലൻസ് സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ പലതും പൂഴ്ത്തിയതിനാൽ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. തട്ടിപ്പ് പുറത്തു വന്നതോടെ ക്ഷേമനിധി ബോർഡ് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാലാണ് പോലീസ് കേസെടുക്കാത്തത്. ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുമ്പ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പരിശോധന നടക്കുന്നതിനിടെ തെളിവുകൾ സഹിതം ലഭിച്ച പരാതിയിൽ വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് ക്ലർക്കായ സംഗീത് നടത്തിയ ക്രമക്കേട് പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം ഭക്ഷിച്ച അവസാനത്തെ അത്താഴത്തിൻ്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. കുരിശുമരണത്തിൻ്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. വിചാരണ കോടതി നടപടികൾക്ക് ഹൈക്കോടതി നൽകിയ സ്റ്റേ അന്വേഷണത്തെ ബാധിക്കില്ല. ചോദ്യം ചെയ്യലുമായി EDക്ക് മുന്നോട്ടു പോകാമെന്ന് നിയമോപദേശം. വിചാരണ കോടതിയിൽ സമർപ്പിച്ച SFIO റിപ്പോർട്ടിൻ്റെ പകർപ്പ് EDക്ക് ലഭിച്ചിരുന്നു. നടപടികൾ ഉൾപ്പെടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ ലഭിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച് ED തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. കുറ്റപത്രത്തിന്റെ പകർപ്പ് കൂടി ലഭിച്ചതിനാൽ SFIO കേസിലെ പ്രതികളെ EDക്ക് സമൻസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യാം. തങ്ങളുടെ വാദം കേൾക്കാതെയാണ് റിപ്പോർട്ടിൽ തുടർ നടപടികൾക്ക് നിർദ്ദേശിച്ചതെന്നായിരുന്നു CMRL ഹർജി. SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRലും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി സ്റ്റേയുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ കോടതി സ്വീകരിക്കും. റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളാണ് CMRL നടത്തുന്നത്. അതേസമയം ED അന്വേഷണം കടുപ്പിക്കുന്നതോടെ CMRലിന് മേൽ കുരുക്കുമുറുകുകയാണ്. SFIO റിപ്പോർട്ടിൽ മേൽ കോടതി നടപടികൾ നീണ്ടുപോയാലും ED അന്വേഷണവുമായി മുന്നോട്ട് പോകും. ആദ്യം പ്രധാന സാക്ഷികളെയും തുടർന്ന് പ്രതികളെയും ചോദ്യം ചെയ്യും. കമ്പനികാരി ചട്ടം 447 പ്രതികൾക്കെതിരെ SFIO ചുമത്തിയിരുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ED മുന്നോട്ട് പോകുന്നത്. ജനം, കൊച്ചി. തനിക്കെതിരായ CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. അതിനിടെ അഴിമതി കേസിൽ അതിവേഗം അന്വേഷണത്തിനൊരുങ്ങുകയാണ് CBI.
വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളാണ് KM എബ്രഹാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാകും അപ്പീൽ. വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ കൈമാറാനും CBI കൊച്ചി യൂണിറ്റ് അന്വേഷണം നടത്താനായി CBI ഡയറക്ടർ ഉത്തരവിറക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഈ മാസം 11 സിംഗിൾ ബെഞ്ചിന്റെ വിധി. KM എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണമെന്നും 2014-15 കാലത്തെ സ്വത്ത് സമ്പാദനം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. കൂടാതെ കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ല. ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നുവെന്നും വിധിന്യായത്തിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു തനിക്കെതിരായ ഹർജി എന്ന ആരോപണത്തിന് പിന്നാലെയാണ് അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളും KM എബ്രഹാം ആരംഭിച്ചത്. ജനം, കൊച്ചി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. കേസിൽ എബ്രഹാം ഉന്നയിച്ച നിയമപ്രശ്നങ്ങൾ തള്ളിക്കളയാനാവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എബ്രഹാമിന്റെ ആവശ്യം അംഗീകരിക്കാനാണ് സാധ്യത. തന്റെ വിശ്വസ്തനായ KM എബ്രഹാമിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക്. KM എബ്രഹാമിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ തുടരുന്നു എന്നത് മാത്രമല്ല, CBI അന്വേഷണ ഉത്തരവിനേക്കാൾ എബ്രഹാം ഉന്നയിച്ച ആരോപണങ്ങളിലാണ് മുഖ്യമന്ത്രിക്ക് വിശ്വാസവും. KM എബ്രഹാമിന്റെ ആരോപണങ്ങളെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ പറ്റില്ലെന്നും ഇതിന്റെ നിയമപ്രശ്നങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതായത് അതിന്റെ നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തണം, എന്നിട്ടൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എവിടെ എത്തുന്നു നോക്കാം. അല്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ. ആ പെറ്റീഷൻ ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. അതിന്റെ പരിശോധന നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ അദ്ദേഹവും ഉന്നയിക്കുന്നുണ്ട്. ആ നിയമപ്രശ്നങ്ങൾ ഒറ്റക്കേൾവിയിൽ തള്ളിക്കളയാവുന്നതുമല്ല. അപ്പോൾ അത് പരിശോധിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാൻ എന്ത് വേണമെന്നുള്ളത്. കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലും മറ്റു രണ്ടുപേരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ എബ്രഹാമിന്റെ ആരോപണം. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന എബ്രഹാമിന്റെ ആവശ്യവും സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത. അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ നടന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തി സസ്പെൻഷനിൽ കഴിയുന്ന IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകിനും ഗോപാലകൃഷ്ണൻ IASനുമെതിരെ കേസെടുക്കണം, തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം ഉടൻ നൽകണമെന്നതടക്കം സൂചിപ്പിച്ചാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹിയറിംഗിലെ വിശേഷങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയാണ് താൻ വിശദമായ പോസ്റ്റ് ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് N പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഓരോ ഫയലും ഓരോ ജീവനെടുക്കുന്ന അവസരമായി കാണരുത്. 6 മാസത്തിൽ തീർപ്പാക്കണമെന്ന് നിയമമുണ്ടായിരിക്കെ 3 വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് അതിന്റെ പേരിൽ 2022 മുതൽ അകാരണമായും നിയമവിരുദ്ധമായും തടഞ്ഞുവെച്ച പ്രമോഷൻ ഉടനടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായും ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വീണ്ടും ഒരു അന്വേഷണം തുടങ്ങാൻ ശ്രമിക്കരുത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖ സൃഷ്ടിക്കലും സർക്കാർ രേഖകളിൽ കൃത്രിമം കാണിക്കലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കണം. ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിന് ബാധകമാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് നീതിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല എന്നും N പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. അതിന് സാഹചര്യമൊരുക്കരുതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടന്നിരുന്നു. ഹിയറിംഗിൽ പങ്കെടുത്തതിനു ശേഷമാണ് പ്രശാന്ത് വീണ്ടും പ്രകോപനവുമായി രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം. ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രിയോട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആശമാരുമായി ചർച്ചയുടെ സാഹചര്യമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി നൽകുകയായിരുന്നു സമരസമിതി. ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നും ആശാ സമരസമിതി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ആശാ സമരസമിതി പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ തങ്ങൾ സന്തുഷ്ടരാകുമെന്നും ആശാ സമരസമിതി പ്രതികരിച്ചു. ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സമരക്കാരോട് നിലവിൽ ചർച്ചയ്ക്ക് സാഹചര്യമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും അവസാനം, കാരണം ഇതിനോടകം 4 ചർച്ച കഴിഞ്ഞു, ആ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വച്ചിരിക്കുന്ന സമരസമിതിയുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ പറ്റുന്നതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഒരു 3000 രൂപ ഓണറേറിയത്തിൽ വർധന വരുത്തിക്കൊണ്ട്
അതോടൊപ്പം വിരമിക്കൽ പ്രായം നിലവിൽ ഉള്ള ഉത്തരവ് 62 വയസ്സുള്ളത് അത് പിൻവലിച്ചുകൊണ്ട് 65 വയസ്സാക്കി മാറ്റി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങൾ കമ്മിറ്റിക്ക് വിടാവുന്നൊരു പ്രപ്പോസലാണ് സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നത്. അത് മന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും അത് കഴിഞ്ഞ് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും അത് വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു. ആ കാര്യം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ട് അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഇത് കടന്നാലും മതിയാകും. സമരം തുടരുകയാണ്. സമരം ഡിമാൻഡുകൾ നേടിക്കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. ഓണറേറിയം വർധനവ്, വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ഫെബ്രുവരി 10-ാം തീയതി ആരംഭിച്ച സമരം 2 മാസം പിന്നിടുമ്പോഴും സർക്കാർ സമരക്കാരെ കണ്ടില്ലെന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിനിടയിൽ 4 തവണ ചർച്ചകൾ നടന്നെങ്കിലും അനുകൂല സമീപനം ഉണ്ടായില്ല. ഇതോടെ സമരം തുടരുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ചക്കരക്കല്ലിലെ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വീണ്ടും പ്രതിഷേധം. ഇന്നലെ അർദ്ധരാത്രി വരെ നിക്ഷേപക സൊസൈറ്റിയിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉൾപ്പെടെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിട്ടും നിക്ഷേപകരുടെ തുക എന്ന് നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. നിക്ഷേപത്തുക തിരികെ നൽകാമെന്ന ഉറപ്പ് പലതവണയായിട്ടും പാലിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ രാവിലെ മുതൽ സൊസൈറ്റിയിലെത്തി കാത്തിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. സമയം രാത്രിയായതോടെ തുക ആവശ്യപ്പെട്ടെത്തിയവരുടെ എണ്ണവും കൂടിക്കൂടി വന്നു. നിക്ഷേപകർ ബഹളമുണ്ടാക്കുകയും സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും തടഞ്ഞു വെക്കുകയും ചെയ്തു. നിരവധി സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകിയിട്ടില്ല. ഇതിൽ ക്ഷുഭിതരായവരാണ് പ്രശ്നമുണ്ടാക്കിയത്. കോൺഗ്രസ് നേതാവും സൊസൈറ്റി പ്രസിഡന്റുമായ KC മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് തുക തിരിച്ചു നൽകാൻ ഫണ്ടില്ലാത്തതിനാൽ കൃത്യമായ തീയതി പറയാനാകുന്നുമില്ല. ഓഡിറ്റ് നടത്തിയതിൽ വലിയ തുക തിരിമറി നടന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, കണ്ണൂർ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CPM ഉന്നത കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടന്നുവെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കേസിൽ CBI അന്വേഷണം അനിവാര്യമാണെന്നും പത്തനംതിട്ട മലയാലപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ADM നവീൻ ബാബുവിന്റെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തിയ മിസോറാം മുൻ ഗവർണറും BJP നേതാവുമായ കുമ്മനം രാജശേഖരൻ നവീൻ ബാബുവിന്റെ ബന്ധുക്കളുമായി കേസ് വിവരങ്ങൾ ആരാഞ്ഞു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് കുടുംബത്തിന് പിന്തുണയുമായി കുമ്മനം രാജശേഖരൻ നവീൻ ബാബുവിന്റെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. CPM ഉന്നത തലങ്ങളിലെ ഗൂഢാലോചനയിലൂടെയാണ് ആസൂത്രിതമായി സംഭവം നടന്നതെന്ന് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. പ്രധാന ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ പോലും എത്താതെ പലതും മൂടിവെച്ചാണ് കേരള പോലീസ് അന്വേഷണം നടക്കുന്നതെന്നും സത്യാവസ്ഥ പുറത്തുവരാൻ CBI അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണം വളരെ അനിവാര്യമാണ്. ഇതൊരു യാദൃച്ഛിക സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വളരെ വ്യക്തമാണ്. അത് രാഷ്ട്രീയ തലത്തിൽ CPMൻ്റെ ഉന്നത തലങ്ങളിൽ വലിയ ഗൂഢാലോചന നടന്നതിന് ശേഷം ആസൂത്രിതമായി വളരെ സംഘടിതമായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. CBI അന്വേഷണമുണ്ടായാൽ കണ്ണൂർ CPMലെ പല നിയമവിരുദ്ധ മാഫിയ പ്രവർത്തനങ്ങളും പുറത്തുവരുമെന്നും കുമ്മനം രാജശേഖരൻ. ഇതൊരു CBI അന്വേഷണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നവീൻ ബാബുവിൻ്റെ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, മാഫിയകളുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പലതും, അവർക്കെല്ലാമുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതെല്ലാം പുറത്തു വരും. ഇത് വളരെ വ്യക്തമായിട്ട് CPM നേതാക്കന്മാർക്കറിയാം. BJP ജില്ലാ അധ്യക്ഷൻ BS സൂരജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ അനുഗമിച്ചു. ജനം, പത്തനംതിട്ട. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുറിക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പെരുമാറ്റം. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിലാണ് പൊഴിമുറിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴിമുറിക്കാൻ പാടില്ല എന്ന് സമരസമിതി നിലപാട് കടുപ്പിച്ചു. ഡ്രഡ്ജിങ്ങിനായി വിഴിഞ്ഞത്ത് നിന്നും ഡ്രഡ്ജ് എത്തിക്കാമെന്ന് ഹാർബർ വിഭാഗം എഞ്ചിനീയർ അറിയിച്ചു. ശക്തമായ പ്രതിഷേധമാണ് മുതലപ്പുഴയിൽ അരങ്ങേറിയത്. ചെറുതും വലുതുമായ മത്സ്യബന്ധനയാനങ്ങൾ നിരത്തിയിട്ടുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. പൊഴിമുറിക്കാനായി ഉദ്യോഗസ്ഥരെത്തിയതോടെ പ്രതിഷേധം കനത്തു. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ മനുഷ്യച്ചങ്ങല തീർത്ത് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രതിരോധം തീർത്തു. പൊഴിമുറിക്കുന്നത് 4 ദിവസം ചെയ്തുതരാം, നിങ്ങൾ സമ്മതിച്ചാൽ മതി, നിങ്ങൾ സഹകരിച്ചാൽ മതി. ഞാൻ മേലോട്ട്
ഈ മണ്ണ് ടച്ച് ചെയ്ത് മാറ്റാതെ ആരുമായി ഒരു കോൺഗ്രസ് നടപടിയിലേക്ക് ഇവിടുത്തെ സമരസമിതി നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരള സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീര്യം വരുന്നവർ അറിഞ്ഞിട്ട ഭാഗത്തുള്ള ഒരു കാരണം വെച്ചാലും ഞങ്ങൾ പിന്നിലോട്ടില്ല. ഇവരെ മത്സ്യത്തൊഴിലാളികളെ കണ്ണില് പൊടിയിട്ട് കൊണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. എന്ത് വിളവെടുത്ത് നേരിടും അവര് വെടിവെച്ച് കൊല്ലുക എന്തോ ചെയ്തോട്ടെ. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാതെ ഞങ്ങളിൽ ഒരാളും പിന്നിലോട്ടില്ല. അല്ല, ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണ്. അതെന്ന് ഞാൻ അറിയില്ല. സമരക്കാർ പിന്മാറാൻ തയ്യാറാകാതായതോടെ ഉദ്യോഗസ്ഥർ അനുനയ നീക്കം ആരംഭിച്ചു. പൊടിമുറിക്കാനല്ല, സമരക്കാരുമായി സംസാരിക്കാനാണ് തങ്ങൾ എത്തിയതെന്ന് അറിയിച്ചു. വിഴിഞ്ഞത്ത് നിന്നുമുള്ള വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം സാധ്യമാക്കാമെന്നും ഹാർബർ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരക്കാരോട് പറഞ്ഞു. നിങ്ങളുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇന്നിപ്പോ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നത്, പൊഴി നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീതിയും ആവശ്യത്തിന് ഡെപ്തും ഇട്ട് വലിയ വള്ളങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്നും പിരിഞ്ഞു പോകണമെന്നും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും പ്രതിഷേധക്കാർ പ്രതികരിച്ചു. അശാസ്ത്രീയമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതേപോലെ ഈ കിടക്കുന്ന ഇത്രയും ജനങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ആരും ഇത് കഴിക്കും. ഞങ്ങൾ പട്ടടില്ല വീട്ടിൽ നിന്ന് തരിച്ചേരെ ഇവിടെ വരണം. നടക്കത്തില്ല. ഈ മണ്ണ് മാറിയാലേ സൗകര്യം വരെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മണ്ണ് മാറിയാലേ വെള്ളം പോകാൻ പറ്റത്തുള്ളൂ. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറാൻ തയ്യാറായി. തങ്ങൾക്ക് ചർച്ചയല്ല ആവശ്യം, മണൽ നീക്കം ചെയ്ത മത്സ്യബന്ധനത്തിന് സൗകര്യമൊരുക്കുകയാണ് വേണ്ടതെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ഈ മണ്ണ് മാറ്റി തരുന്നത് വരെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ വരണ്ട. ഇപ്പോൾ എല്ലാ തലങ്ങളിലും ഇങ്ങനെ ഒരു മോഡൽ പരിപാടിയുണ്ട്. സമരം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികൾ. അത് കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളാണ്. ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി തരണം. ഈ അഴിമുഖത്ത് കൂടി ഞങ്ങളുടെ വള്ളങ്ങൾ ഓടണം, ഞങ്ങളുടെ വീട്ടിൽ തീവ വേണം, ഞങ്ങളുടെ മക്കൾ പഠിക്കണം. പക്ഷെ ഞങ്ങളുടെ സമരത്തില് ഉറച്ചു നിൽക്കും. ഞങ്ങൾ മരിക്കുന്നത് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന്. ഹാർബറിന് സമീപത്തെ പുഴയിൽ പൂർണ്ണമായും മണൽ മൂടിയതോടെ മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. കഴിഞ്ഞ 2 മാസമായി തങ്ങൾ കൊടും പട്ടിണിയിലാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പലതവണ പല വിധത്തിൽ അധികാരികളുമായി ചർച്ചകൾ നടത്തി. എന്നാൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മാത്രം യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് തുടർന്നും പ്രതിഷേധങ്ങൾക്ക് ഇത്ര മൂർച്ച കൂടാൻ കാരണം. ഇനിയും മണൽ നീക്കമടക്കമുള്ള കാര്യങ്ങളിൽ അധികൃതരുടെ ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന തൊഴിലാളികളുടെ ജീവനും ജീവിതവുമാണ് നഷ്ടപ്പെടുന്നത്. രഞ്ജിത് മോഹനൊപ്പം പ്രശാന്ത് ചഗ്രമംഗലത്ത്, ജനം, തിരുവനന്തപുരം. ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കിയ വിദേശ പൗരൻ പിടിയിൽ. കൊല്ലം ഉമയനല്ലൂർ സ്വദേശിനിയിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. നൈജീരിയൻ സ്വദേശി മാത്യു എമേക്കായെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം. UK-യിൽ ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച് യുവതിയുമായി ഓൺലൈനിലൂടെ സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP MP-യും JPC ചെയർമാനുമായിരുന്ന ജഗദംബിക പാൽ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ബംഗാളിൽ അരങ്ങേറിയ അക്രമങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും പോലീസ് നിശബ്ദത പാലിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഹിന്ദുക്കൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നുവെന്നും ജഗദംബിക പാൽ പറഞ്ഞു. हरियाणा के कानून को स्थापित करना राज्य का काम है और राज्य को लॉ एंड ऑर्डर सुनिश्चित हो. अब अगर मुर्शिदाबाद जल रहा है, 24 परगना जल रहा है या बंगाल के अंदर, और पुलिस मूक दर्शक के रूप में खड़ी है, दुकान लूटे जा रहे हैं, घरों को जला दिया जा रहा है, बड़ी संख्या में हिंदू पलायन करके मुर्शिदाबाद से मालदा जा रहा है नदी के रास्ते बोट पे, तो इसके लिए वहाँ तो लॉ एंड ऑर्डर नहीं है. देश में ऐसी परिस्थितियाँ होगी, ये 1947 में था कि पाकिस्तान से हिंदू पलायन कर रहा था. आज अपने ही देश में बंगाल में पलायन कर रहा है और तो ये तो सरकार अटर्ड फेल्योर हो चुकी है. वहाँ पे कोई प्रशासनिक मशीनरी नहीं है, वहाँ तो राष्ट्रपति शासन लगना चाहिए.
ആണവായുധ നിരായുധീകരണത്തിന് ഇറാൻ വഴങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫീൽ ഗ്രോസി പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗിച്ചിയുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. രണ്ടാം ഘട്ട ആണവ നിരായുധീകരണ ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കാനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. രണ്ടാം ഘട്ട ആണവ നിരായുധീകരണ ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കാനിരിക്കെയാണ് റഫേൽ ഗ്രോസി ടെഹ്റാനിൽ എത്തിയത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതെന്നും ശാശ്വത പ്രശ്നപരിഹാരത്തിന് വഴികൾ തേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. Well, we cannot rewrite the past. The past is the past. What happened, you can judge in different ways. That visit in November was indeed, in my opinion, and I said it upon my return to Vienna, a very positive. It was a very positive visit. We were able to have some agreements. Then a political development was what it was. As you are saying, a resolution was approved by the Board of Governors. The Board of Governors is, in a certain sense, my boss, because it's the countries there. But the important thing is what we are doing now. We are seeing now new vistas. We are seeing now the possibility of clarify a number of situations. Iran and the agency in bilateral and also in support of the process the foreign minister is being the protagonist of. ഇറാന്റെ ആണവായുധം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ആദ്യഘട്ട ചർച്ച ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ നടന്നിരുന്നു. 20 വർഷമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. റോമിലാണ് ഇറാൻ US ആണവ നിരായുധീകരണ ചർച്ചകളുടെ രണ്ടാം ഘട്ടം നടക്കുക. റോമിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ ആണവശേഖരം പരിശോധിക്കുന്നത് സംബന്ധിച്ചും നിരീക്ഷണങ്ങളുണ്ടാകും. അമേരിക്ക ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകുകയാണെങ്കിൽ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറാമെന്നാണ് ഇറാന്റെ നിലപാട്. ട്രംപിന്റെ കർശന നിലപാടുകൾക്ക് ഇറാൻ വഴങ്ങുന്നതായി തന്നെയാണ് കൃത്യമായ സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഹൂതി ഭീകരർക്കെതിരായ അമേരിക്കൻ ആക്രമണത്തെ പിന്തുണച്ച് യമനിലെ വ്യവസ്ഥാപിത സർക്കാർ. ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം ഇസ്ലാമിസ്റ്റ് ജിഹാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായകരമെന്നും വ്യവസ്ഥാപിത സർക്കാർ വക്താവ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹുദൈദ തുറമുഖത്ത് നടത്തിയ ആക്രമണങ്ങൾ മേഖലയിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാരിന് സഹായകരമായി. ഹമാസിനെതിരെ വീണ്ടും ഗാസയിൽ ജനകീയ പ്രതിഷേധം. രണ്ടാം തവണയാണ് ഹമാസിനെതിരെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഇത്തവണ നട തുറന്നതിന് ശേഷം സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമായി മാറുകയാണ് ഇന്ന്. 39,155 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് സന്നിധാനത്തെ ഭക്തജന തിരക്ക്. പമ്പയിൽ നിന്നും കൂടുതൽ ഭക്തജനങ്ങൾ മല കയറുന്നുണ്ട്. നടപ്പന്തലും ഫ്ലൈ ഓവറും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. നടപ്പന്തലിൽ ഭക്തർക്ക് 2 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. പമ്പയിൽ തിരക്കുണ്ട്. പമ്പയിൽ സാധാരണ ഞാൻ ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരമൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല. വിഷു കഴിഞ്ഞതിന് ശേഷമാണ്, എന്നിട്ടും തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. 8:30 ആയപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. ഇവിടെ 8:30 മുകളിൽ ലൈനിലെത്തിയായിരുന്നു. നല്ല തിരക്കാണ്. കൂടുതലുണ്ട്. പമ്പയിൽ തൊട്ട് നല്ല കൂടുതലുണ്ട്. இதுவரை இங்கனത്തെ തിരക്ക് കണ്ടിട്ടില്ല. സീസണിൽ പോലും കണ്ടിട്ടില്ല. கிரவுட் ஃபுல்லாக தான் இருக்குது. இன்றைக்கி நாங்கள் கார்த்திகை மாதம் வந்தோம், கொஞ்சம் ரஷ் கம்மியாக தான் இருந்துச்சு. இப்போ ஓவர் கிரவுடாக இருக்குது. മലയാളികളും ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളും ദർശനത്തിനെത്തുന്ന ഭക്തരിൽ തുല്യമായുണ്ട്. 10-ാം തീയതിക്ക് ശേഷം മലയാളികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചത് കഴിഞ്ഞ 2 ദിവസങ്ങളായാണ്. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ധാരാളമായി എത്തുന്നുണ്ട്. മിനിറ്റിൽ 80 ഭക്തജനങ്ങളിലധികം 18-ാം പടി കയറ്റിവിട്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നു. അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറത്തിന് സമീപം, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും തിരക്കുണ്ട്. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ തിരുവുത്സവം, വിഷു, മേടമാസ പൂജകൾക്കായുള്ള 18 ദിവസത്തെ ദർശന കാലയളവിന് സമാപനമാകും. ജനം, സന്നിധാനം.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വേനൽ മഴ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചൂട് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും പൊതുജനങ്ങൾക്കായി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.